ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തേങ്ങ വറുത്തരച്ച തനി നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ. അതിന് ആദ്യമായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 1 kg ചിക്കൻ നന്നായിട്ട് വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് ഒരു 3 മീഡിയം സൈസ് സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടൊരു 3 മീഡിയം സൈസ് തക്കാളി, പിന്നെ സ്ലിറ്റ് ചെയ്ത പച്ചമുളക്, പിന്നെ കറി ലീവ്സ്, പിന്നെ ഒരു വലിയ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചിട്ടും എടുക്കാം. അപ്പോഴാണ് പിന്നെയും നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ടാകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ ഒരു മസാല ഉണ്ടാക്കുക. അതിന് വേണ്ടി ഒരു കടായി എടുക്കുക. അതിലൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയാണ്. എൻ്റെ ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓയിലായതുകൊണ്ട് വേറെ ചെറിയ ബോട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചു. അത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തത്. അതിലേക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുക. വലിയ തീയാക്കി കരിച്ച് കളയരുത്. നന്നായിട്ട് സവാളയുടെ വെള്ളമൊക്കെ ആറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന വരെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. സവാള ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതിൽ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ആറിയിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇത് മാസത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കുള്ളൂ ഈ കറി. ഇത് പള്ളിക്ക് കൊടുക്കാനാണ് ഈ കറി സ്പെഷ്യലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കറിയുടെ സ്മെല്ലുണ്ടല്ലോ, അയ്യോ പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും നല്ലൊരു സ്മെല്ലും കറി ആയിക്കഴിയുമ്പോൾ പിന്നെ കേൾക്കണ്ട, അത്ര ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറയും നല്ലൊരു നാടൻ ടേസ്റ്റ്. മസാലപ്പൊടികളൊന്നുമില്ല, കുറേ ഓയിലൊന്നുമില്ല, ജസ്റ്റ് നോർമൽ ഒരു പണ്ടത്തെ സ്റ്റൈൽ കറി. പക്ഷേ എന്തോ നല്ലൊരു ടേസ്റ്റി ആയ ഒരു കറിയാണ് കേട്ടോ. ഈ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഉമ്മാനെ ഓർക്കും. ഈ ചെറുതിൽ ഈ ഫ്രൈ ചെയ്യുന്ന പണി എനിക്കാണ് ഉമ്മ തരാറ്. അപ്പോൾ ഉമ്മ പറയും, നീ ഫ്രൈ ചെയ്ത് തന്നാൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അതുകൊണ്ട് ഞാൻ ഇത് വിശ്വസിച്ചിട്ട് കുത്തിയിരുന്നിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെ കൊടുക്കും. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് അത് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അവിടെ നിർത്തുകയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഉമ്മക്കപ്പം കുറേ പണിയൊക്കെ ഉണ്ടാവും, പത്തിരി ഉണ്ടാക്കാനും. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ രീതിയിൽ ഹെൽപ്പിനായിരിക്കും ഉമ്മ അവിടെ തന്നെ നിർത്തി വെക്കുന്നത്. പക്ഷേ ഇപ്പോഴെനിക്ക് ഓർക്കുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പം എനിക്കത് വലിയ ഇഷ്ടമൊന്നുമല്ല ഈ ഫ്രൈ ചെയ്യുന്നത്. വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യല്ലേ, എന്തിനാണ് ഫ്രൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്തും അറിയത്തില്ല. വെറുതെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറയും, ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. കഥ പറഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നത് പറയാൻ വിട്ടുപോയിട്ടോ. സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വെള്ളമൊക്കെ ആറിയിട്ട് കാണുമ്പോൾ ഓയിലൊക്കെ ഇങ്ങനെ സൈഡിൽ തിളഞ്ഞ് വരും. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചിട്ടിട്ടാലും നല്ല ടേസ്റ്റാണ് കറിക്ക്. ഉമ്മ അങ്ങനെയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് അത് കുറച്ചൊരു പച്ചമണം പോകുന്നോളം ഫ്രൈ ചെയ്തിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് വലിയ തക്കാളി ആണെങ്കിൽ 2 മതി. മീഡിയം സൈസ് ആണെങ്കിൽ ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് സവാളയും തക്കാളിയും കുറച്ച് ക്വാണ്ടിറ്റി ജാസ്തി വേണം കേട്ടോ. കമ്പയർ ടു വേറെ ചിക്കൻ കറിക്ക് കമ്പയർ ചെയ്താൽ ഇതിൽ കുറച്ച് ജാസ്തി വേണം. അതുകൊണ്ട് 3 സവാളയും 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ സവാളയും തക്കാളിയും നല്ല ക്രീമി ടെക്സ്ചർ ആവുന്നോളം ഫ്രൈ ചെയ്യുക. അങ്ങനെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അമ്മ പറയും ഏതാണെന്ന് മനസ്സിലാവരുത്, അതുപോലെ ഫ്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ സ്ലിറ്റ് ചെയ്ത് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നല്ലോണം ഉണ്ടെങ്കിൽ നല്ലോണം ഇടാം. ഞങ്ങൾ വീട്ടിലൊക്കെ ഉമ്മ വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് കുറേ ഇടും. പക്ഷേ ഇവിടെയൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് ഇച്ചിരി ഇടാറുള്ളൂ കേട്ടോ ഞാൻ. പക്ഷേ നല്ലോണം ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കറിക്ക്. ഇപ്പോൾ ഈ സമയത്ത് ഇത് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ടേമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്യണമെന്നില്ല, കുറച്ച് ഫ്രൈ ചെയ്താൽ മതിയാവും.
അപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്ത് നോക്കുമ്പോൾ നല്ല കാറ്റാണ്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇപ്പം ഞങ്ങളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാലയിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ഫുൾ ചിക്കനും കിട്ടുന്നതുകൊണ്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്തിട്ട് സ്കിന്നൊക്കെ എടുത്തിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്താണ്. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് നന്നായിട്ട് കട്ട് ചെയ്ത് തരും. പക്ഷെ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ഷേപ്പൊക്കെ ചിക്കനൊന്ന് കുറച്ച് പൊടിയായിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാലയും ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഇടാതെ അതിന് വേയാൻ വെക്കട്ടോ. വെള്ളം ഇടരുത് നിങ്ങൾ. അതിൽ തന്നെ ചിക്കൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങിയിട്ട് വരും. കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് വരും കേട്ടോ. ഇതുപോലെ സൈഡിൽ വെള്ളം ഇറങ്ങിയിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ചിക്കൻ വേയാൻ വെക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറുതായിട്ട് സ്പൂണൊക്കെ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നല്ലൊരു തേങ്ങ വറുത്തരച്ചിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിൽ ഒരു പാൻ എടുക്കുക. ഞാനിവിടെ ഒരു ഹാഫ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഒരു നല്ല ചൂടായ പാനിലോട്ടേക്ക് ഈ കോക്കനട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോവും, ടേസ്റ്റ് ഉണ്ടാവത്തില്ല. കറി വേറെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഒരു കുറച്ച് ഗോൾഡൻ ആകുമ്പോൾ തന്നെ ലോ ഫ്ലെയിം ചെയ്യട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കരുത്. ആദ്യം കുറച്ചൊരു വെള്ളം ആറിയിട്ട് കിട്ടാണ് മീഡിയം ഫ്ലെയിമിലും, പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ലോ ഫ്ലെയിം വെക്കണം. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇടണമല്ലോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ എല്ലാം കരഞ്ഞു പോയിട്ട് പിന്നെ ആ പേസ്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിച്ച് പോകുന്നത്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ വരുന്ന വരെ നല്ല സ്മെല്ല് വരും കോക്കനട്ടിൻ്റെ, അതുവരെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഇനി ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക, പിന്നെയും ക്ലോസ് ചെയ്തിട്ട് വേവിക്കട്ടോ. അതങ്ങനെ തന്നെ വിടരുത്. വിട്ടെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ അത് ആറിയിട്ട് കരിഞ്ഞു പോകും. ചിക്കൻ കരിഞ്ഞിട്ട് എൻ്റെ കൂടെ അങ്ങനെ മുമ്പൊക്കെ കുക്കിംഗ് ചെയ്യുമ്പോൾ ആദ്യം കുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവുമായിരുന്നു. ചിക്കനിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് കരിഞ്ഞു പോവായിരുന്നു കേട്ടോ. ഇത് കോക്കനട്ട് ഇതുപോലെ ഒന്ന് ഓറഞ്ച് കളറായിട്ട് മാറുമ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിം വെക്കരുത്. മീഡിയം ഫ്ലെയിം വെച്ചാൽ ഇനി കരിഞ്ഞു പോകും കോക്കനട്ട്. ഇനി ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളറാവും ഇതുപോലെ. അപ്പോൾ ഈ കളറാവുമ്പോൾ ഒന്ന് സൈഡിലോട്ടേക്ക് ആക്കുക. സൈഡിലോട്ടേക്ക് അങ്ങനെ നീക്കിയിട്ട് അതിൻ്റെ സൈഡിൽ ഫെനൽ സീഡ് ഒരു ചെറിയ ടീസ്പൂണ് മതി, അതും പിന്നെ കശ്മീരി മുളക് പൊടി. ഞാനിവിടെ കശ്മീരി മുളക് പൊടി ഒരു 1.5 സ്പൂണും 1 സ്പൂണ് നോർമൽ മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടി എടുത്തു. ഇതിൻ്റെ അളവ് സ്പൈസി ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടാം കുറക്കാം. ഞാനിവിടെ 1.5 സ്പൂണാണ് എടുത്തത്. അത് മതിയാവില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഒരു 1/2 സ്പൂണും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ നല്ല ഫ്രൈ ആയ കോക്കനട്ടിൻ്റെ കൂടെ തന്നെ തേങ്ങയുടെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ആയിട്ട് നല്ലൊരു മണം വരും. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. ഈ സമയത്ത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഈ വറുത്ത തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ആദ്യം വെള്ളം ഇടാതെ പൊടിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ആദ്യം പൊടിച്ചു, അത് കഴിഞ്ഞിട്ടാണ് വെള്ളം ഇടുന്നത് കേട്ടോ. ഈ സമയത്ത് വെള്ളം ഇട്ടിട്ടില്ല. ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ നല്ല തിളക്കുന്ന ചിക്കൻ്റെ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വെള്ളം ഇടരുത്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇത് തിക്കെന്ന് പറഞ്ഞാൽ
ഒരു കുറച്ചൊരു ലൂസ് ഞാൻ ഇപ്പോൾ കാണിക്കാം നിങ്ങൾക്ക്. ഇതുപോലെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ സ്പൂണിലെടുക്കുമ്പോൾ ഇതുപോലെ വരണം, ഇതുപോലെ കിട്ടണം. അതത്രയും വെള്ളം മതിയാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പ് ഇല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് തിളക്കാൻ വെക്കുക. നന്നായിട്ട് തിളക്കുമ്പം ഇതിലോട്ടേക്ക് ഒരു ചെറിയ സ്പൂണ് ഗരം മസാല ഇട്ടെടുക്കുന്നുണ്ട്. വേറെ ഏതും മസാല ഇടുന്നില്ല, പാക്കറ്റ് മസാല ഏതും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഫ്രഷ് ചിക്കൻ്റെയും കോക്കനട്ടിൻ്റെയും മുളക് പൊടി, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിൻ്റെയൊക്കെ ഒരു ഫ്രഷ് മണമാണ് ഈ കറിക്കുള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു മന്ത്ലി ഒരിക്കലെങ്കിലും ഈ കറി ചെയ്തിരിക്കും. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കൊറിയൻഡർ ലീവ്സ് ഇട്ടിട്ടുണ്ട്. മസ്റ്റല്ല, വേണമെങ്കിൽ ഇടാം. സോ അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നല്ല തണുപ്പായതുകൊണ്ട് പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പുറത്തൊന്ന് നടന്നിട്ട് വരാൻ തോന്നി. അതുകൊണ്ട് ഒരു റൗണ്ട് നടത്തിട്ടൊക്കെ വന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസൊക്കെ ഇടാം. ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ.